ചേട്ടാ, എൻ്റെ ഇവിടുത്തെ നാരങ്ങ വെള്ളത്തിന്, സോഡ നാരങ്ങ വെള്ളത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നുള്ളൂ. എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? ആ ആ ആ ആ അത് ആളുകൾക്കെല്ലാം ഇഷ്ടമാണ്. നമ്മുടെ ആ കൂട്ട് ഇഷ്ടമാണ്. ആ അതിൻ്റെ മിക്സിംഗ് ആണ് നമ്മുടെ ഇത് അല്ലേ? ഓക്കെ, എടുത്തോളൂ ഇടയ്ക്ക് ശരി. ഇതിലേക്ക് ഒഴിച്ചത് ഇഞ്ചി ചേർത്തുള്ളൊരു കൂട്ടാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചത് അല്ലേ? അപ്പോൾ ഈ മിക്സിംഗ് ആണ് ഇതിനകത്തെ കാര്യം. മിക്സിങ്ങിൻ്റെ ഇതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് അല്ലേ? ഓക്കെ. ശരാശരി ഒരു എത്ര നാരങ്ങ വെള്ളം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും? പതിവായിട്ട് ഇവിടെ വന്ന് വെള്ളം കുടിച്ചിട്ട് കോട്ടയം പോയിട്ട് വരുമ്പോൾ ഇവിടെ വന്ന് വെള്ളം കുടിച്ച് പോകുന്നവരുണ്ടോ? ആ, അവർ എവിടെ നിന്നൊക്കെയുള്ള ആൾക്കാരുണ്ട്? എപ്പോഴെങ്കിലും ഇവിടെ വാഹനങ്ങൾ ഒരുപാട് പാർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളൂ. എപ്പോഴും ഇത് എങ്ങനെ കൊടുത്ത് ഇത്രയും പേർക്ക് ഒരുമിച്ച് ഓർഡർ വരുമ്പോൾ എന്ത് ചെയ്യും? ഓക്കെ. 10 വരെയൊക്കെ ഒരുമിച്ച് എടുക്കാൻ പറ്റും. ആരെയും അങ്ങനെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് പരാതിയില്ല അതുപോലെ. ഓക്കെ. അങ്ങനെ അത് അവർ ശരിക്കും പറഞ്ഞാൽ അവരിഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആഗ്രഹം. അതാണ് നമ്മുടെ ശരി. ആരും കുറ്റം പറഞ്ഞിട്ടില്ല. എങ്ങനെ ഈ തൃപ്തിയിലെ കടയിൽ സ്ഥിരമായിട്ടുള്ളൊരു കസ്റ്റമർ ഉൾപ്പെടെയാണല്ലോ, എങ്ങനെ ഇവിടുത്തെ നാരങ്ങ വെള്ളത്തിന്റെ ഈ ഒരു നാരങ്ങ വെള്ളത്തിന് കുടിക്കാൻ വന്നാൽ ഞങ്ങൾക്കൊക്കെ ഒടുവിലേ തരുള്ളൂ. അതുപോലെ ആളാണ് ഇവിടെ. ഞങ്ങൾക്കൊക്കെ തരണം. ഞങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒടുവിൽ മാറി നിൽക്കാൻ പറയും. ഞങ്ങളോട് വന്നവർക്കൊക്കെ ലൈനിൽ നിന്ന് കൊടുത്ത് ആ വരുന്നവരുടെ ക്രമം അനുസരിച്ചാണ് കൊടുക്കുന്നത്. ഒരു 10 ഭാഗമൊക്കെ നിരത്തി വെച്ചിട്ട് 10 രൂപ ഒരുപോലെ ഇഞ്ചി ഒഴിച്ച് സോഡായി ഒഴിച്ച് എല്ലാം ഒരുപോലെ അടിച്ച് ആദ്യം വരുന്നവർക്ക് 10 പേരുടെ 10 പേർക്ക് അന്നേരം കൊടുക്കും. ഈ നാരങ്ങ വെള്ളം കൂടാതെ എന്തൊക്കെ നാടൻ വിഭവങ്ങളാണ് നമ്മുടെ കടയിലുള്ളത്? ശരി. ഈ മൺപാത്ര കച്ചവടം ഇവിടെ ഉണ്ടല്ലോ അല്ലേ? അതെന്താ മൺപാത്രത്തിന് എന്തെങ്കിലും പ്രത്യേകതയുള്ള മൺപാത്രങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ടോ? പോട്ടുകളുണ്ട്, കൗതുക വസ്തുക്കൾ, ഞാലി, പിന്നെ തുളസിത്തറ, തുളസിത്തറയുണ്ട്, ഹോമകുണ്ടമുണ്ട്, മൺ ചട്ടികളുണ്ട്, മീൻ ചട്ടികള്, വിവിധ തരത്തിലുള്ള രൂപങ്ങൾ, ഗണപതി, കൃഷ്ണന്, അങ്ങനെ സാധനങ്ങൾ, എല്ലാ കാര്യം, എല്ലാ മൺപാത്രം മണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ സാധനവും ഉണ്ട്. ഓക്കെ. ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നില്ലേ, എന്തെങ്കിലും രസകരമായോ അല്ലെങ്കിൽ അവിസ്മരണീയമായോ എന്തെങ്കിലും സംഭവങ്ങൾ പറയാനുണ്ടോ? ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള പലരും ഇവിടെ നാരങ്ങ കുടിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണ്? ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞ സിനിമാ നടന്മാരൊക്കെ പലരും അവിടെ വന്ന് കുടിച്ചിട്ടുണ്ട്. പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒത്തിരി പേര് പലരുമായിട്ട് ഇവിടെ വന്ന് കുടിച്ചിട്ടുണ്ട്. ഈ കട തേടി വന്നിട്ടുണ്ടോ ആൾക്കാർ? ഇങ്ങനെ ഒരു കടയുണ്ടല്ലോ എന്ന് പറഞ്ഞത് അതായിരിക്കും. എങ്ങനെയാണ് അത് ഇങ്ങനെ വണ്ടിയെ പോകുന്നവരൊക്കെ മറ്റുള്ള ആൾക്കാർ പറഞ്ഞുള്ള അറിവാണ്. അതിനിങ്ങനെ തേടി വന്ന് കുടിക്കാൻ നമ്മളെ കാനന്ദരാജന് ഇവിടുത്തെ സ്ഥിരം ഒരു നാരങ്ങ വെള്ളം കുടിക്കുന്ന ഒരാളാണ്. CPI-യുടെ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ സ്ഥിരമായിട്ട് ഇവിടെ നാരങ്ങ വെള്ളം കുടിക്കുക. ഇപ്പം പുള്ളിക്ക് തിരക്കൊക്കെ ആയതുകൊണ്ട് ഓക്കെ. മറ്റേ എല്ലാ ദിവസവും പറഞ്ഞാൽ ഇവിടെ കോട്ടയം പാരൻസിനും മിക്കവാറും ഇവിടെ കുടിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ മുറുക്കാനും ഉണ്ടല്ലേ? മുറുക്കാൻ സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ടല്ലേ? പറയുന്ന കൊറോണയുടെ ഈ കൊറോണ നമ്മളെ കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നിറങ്ങാൾ? ഓക്കെ. നിറങ്ങാളല്ലേ?
നമ്മൾ ഈ നാരങ്ങ സെലക്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കാരണം നാടൻ നാരങ്ങ എന്ന് പറഞ്ഞാൽ പുളിയൻകുടി നാരങ്ങ ഞങ്ങൾ എടുക്കുന്നത്. പുളിയൻകുടി നാരങ്ങയ്ക്ക് നീര് കൂടുതലുണ്ട്. അതുപോലെ തന്നെ പച്ച നാരങ്ങ എടുക്കുള്ളൂ. ഓ ശരി. പച്ച നാരങ്ങയ്ക്ക് നാരങ്ങ എടുത്ത് കഴിയുമ്പോഴത്തേക്കും നാരങ്ങ പ്രത്യേക കലിപ്പ് കുടിക്കുന്നവർക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഓ ശരി ശരി. അങ്ങനെ നാരങ്ങ സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കും. ഓ ശരി ശരി ശരി. ഈ നാരങ്ങ വെള്ളം പാഴ്സൽ കൊടുക്കാൻ വല്ല സംവിധാനം ആലോചിക്കുന്നുണ്ടോ? പാഴ്സലിപ്പോൾ കൊടുക്കും. നേരത്തെ കവറിനകത്ത് കൊടുക്കുമായിരുന്നു. 5-6 എണ്ണമൊക്കെ എന്നിട്ട് ചോദിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു. കുപ്പി വെള്ളത്തിൻ്റെ കുപ്പിയുണ്ടല്ലോ, ആ കുപ്പി വരുന്നവർക്ക് കൊടുക്കും. ഞാനിവിടെ കളക്ട് ചെയ്ത് വെക്കും. 5-6 എണ്ണമൊക്കെ വെച്ചാൽ 3-4 എണ്ണമൊക്കെ ഒന്നിച്ച് കുപ്പിക്കകത്ത് നാരങ്ങ വെള്ളം പാഴ്സൽ കൊടുക്കും. അത് എത്ര മണിക്കൂർ നേരം വരെ വലിയ ഈ കയ്പില്ലാതൊക്കെ ഇരിക്കും? 2 മണിക്കൂർ വരെ ഒരു കുഴപ്പമില്ല. 2 മണിക്കൂർ വരെ ഒരു കുഴപ്പമില്ല. പാഴ്സൽ വേണമെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്കും. ഓക്കെ ഓക്കെ. ഈ നാരങ്ങ വെള്ളത്തിന്, സോഡ നാരങ്ങ വെള്ളത്തിന് ഇപ്പം നമ്മൾ എത്ര രൂപയാണ് നമ്മൾ ഈടാക്കി കൊടുക്കുന്നത്? 20 രൂപ. നോർമൽ റേറ്റ് ഉള്ളത് കൂട്ടിയിട്ടില്ല. കുറെ വർഷങ്ങളായിട്ട്, ഒരു വർഷത്തിലധികമായിട്ട് അത് തന്നെയാണല്ലോ റേറ്റ്? ഓക്കെ ഓക്കെ. വില കൂടി 100-150. കഴിഞ്ഞ പ്രാവശ്യം 250 രൂപയ്ക്ക് വരെ നാരങ്ങ മേടിച്ചു. അന്നേരം നമ്മൾ ഈ വിലയ്ക്ക് തന്നെയാണ് നാരങ്ങ വെള്ളം കൊടുത്തത്. ഓക്കെ ഓക്കെ. പറയുമ്പോഴും കൂടുമ്പോഴും എല്ലാം ഒരേ വിലയിൽ തന്നെ. നമ്മൾ അതിന് വിലയിൽ വ്യത്യാസം പറ്റുമല്ലോ. ആരൊക്കെയാണ് ഈ നാരങ്ങ വെള്ളത്തിന്റെ ഇവിടെ ബിസിനസ്? ഒറ്റയ്ക്ക് ഇതെല്ലാം സാധ്യമാകും? അത് ആരൊക്കെ സഹായിക്കുന്നുണ്ട്? വൈഫ് ആ സഹായിക്കും. ആ പിന്നെ മോനുണ്ട്. മോനും ഇടയ്ക്കിടയ്ക്ക് സഹായിക്കും. ഓക്കെ 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 ഓക്കെ. ശരി. അപ്പോൾ ഓക്കെ ചേട്ടാ.